അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ജാഗ്രതകൾ പാലിക്കുക. ഇനി തിരുവനന്തപുരത്തേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണിന്ന്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറയിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതായത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയ്ക്ക് ഒരു തരത്തിലുള്ള ശമനവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്ക റോഡുകളിലും വെള്ളക്കെട്ട്, ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ആളുകൾ കാര്യമായി ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി നൽകുന്നത്. മധ്യ തെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലേർട്ടും എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതേപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച വരെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകുമെന്നതാണ് മഴ കനക്കാൻ കാരണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ സ്വാഭാവികമായും ഈ വലിയ തരത്തിലുള്ള മുന്നറിയിപ്പ് അത് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് തൊട്ടപ്പുറത്ത് ഇന്നലെയൊക്കെ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കാര്യമായ കുറവില്ല. ചേട്ടാ, കാര്യമായ വെള്ളക്കെട്ടുണ്ടല്ലേ? വെള്ളക്കെട്ടുണ്ട്, ഭയങ്കര മഴ. എല്ലാ വീടുകളിലും വെള്ളം കയറുന്നു. നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റൂല. അപ്പുറത്ത് ആ വീട്, അപ്പുറത്തെ വീട്, ഈ വീട്, ആ വീട്, എല്ലായിടവും ഇവിടെ വെള്ളം വലിച്ചു കയറും. ഇന്നലത്തെ കുറവുണ്ടോ? വെള്ളക്കെട്ട് കുറവുണ്ടോ? ഇപ്പോൾ സ്വപ്പം കുറഞ്ഞിട്ടുണ്ട്. രാവിലെ ശരിക്കും ഉണ്ടായിരുന്നു വെള്ളം. റോഡൊന്നും കാണാൻ പറ്റൂല. ഇവിടെ ഒരുപാട് വീഴാൻ പോയി. അപ്പോൾ അവിടെ ഒരു ആൾ കുടിക്കാത്ത വീഴുന്നു. പിന്നെ കുറെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. അതായത് ഈ മുട്ടത്തറ, അതേപോലെ നഗരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കാര്യമായ വെള്ളക്കെട്ട്, അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇത് സാധാരണ അങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവാറുള്ള സ്ഥലമല്ല. പക്ഷേ ഇക്കുറി കാര്യമായ വെള്ളക്കെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അത് അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നു. അങ്ങനെ കേരളത്തിൽ കടുത്ത വേനലിന് പിന്നാലെ മഴ കനക്കുകയാണ്. ഒരുപക്ഷെ ഈ മഴ നമ്മൾ മുൻപ് സൂചിപ്പിച്ച ന്യൂനമർദ്ദം അതടക്കമുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മഴ കുറച്ച് ദിവസം കൂടി തുടരും എന്നുള്ളൊരു പ്രവചനം കൂടി നൽകുന്നുണ്ട്. ആളുകൾ കാര്യമായ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് തീരദേശ മലയോര മേഖലയിൽ ഉള്ള ആളുകൾ അധികൃതരുടെ മുന്നറിയിപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ള മുൻകരുതൽ സ്വീകരിക്കുകയോ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് മുട്ടത്തറയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനംതിട്ട, ഇടുക്കി മേഖലകളിലൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ വളരെ വേഗം കുറച്ച് പോകണം. സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന റോഡുകളിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും എതിരെ വരുന്ന വാഹനങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ.